ഇതെന്നാടി ചട്ടിയൊക്കെ ഇട്ടോ നടക്കണേ? നീ നടക്കോടി അങ്ങനെ പറയുന്നുണ്ട് ആ ചക്ക അത് പാട്ട് അവളോട് നിർത്താൻ വേണ്ടിയിട്ട് അവൾ പാട്ടും വെച്ച് ഇവിടെ കിടന്ന് അംഗം ചെയ്യാം. ഇളക്കാറായില്ല, ഇത് കുറച്ചും കൂടെ ഇടാനുണ്ട്. രാജാ എന്നെ കുളിപ്പിക്കുന്നേ ഞാൻ എന്റെ കൈ മൊത്തം വെള്ളമാ. എവിടെയാ മോനെ? ഉണ്ടക്കത്ത് എടി നീ പറയുന്ന കേൾക്ക. ആരാ നിനക്ക് ലാലിയെ കണ്ടു കഴിഞ്ഞാണല്ലോ 45 വയസ്സ്. കൈ കൊണ്ട് കാര്യം പൂണം കൈ കൊണ്ട് ഏറ്റവും കറക്റ്റ് ആകുന്ന ഇതാ. ഉണ്ടായിടി പിന്നെ ഇടയ്ക്ക് കുട്ടു തേങ്ങ വെക്കുന്നില്ലടി. ആ ലാലിയുടെ കഥയാ പറയുന്നേ. ലാലി ലാലി രാഗി ഏതാ? ഇവിടെ കൂട്ടുകാരിയല്ല, ബന്ധുക്കാരി, സ്വന്തക്കാരിയാ. മുക്കാലും കുടിച്ചായിരുന്നല്ലോ. കുടിച്ചടി ഞാൻ മുക്കാലും. കിളക്കാനോ? കുളിക്കാം. കൊച്ചിനെ അറിയ പറ്റത്തില്ല. ഒരു എവിടെയും പോകുന്നുണ്ട്. പറയാടാ ഇതിനകത്ത് അരിപ്പൊടിയും റവയുണ്ടല്ലേ? റവയുണ്ട്, ചക്കയുണ്ട്, അരിക്കച്ചക്ക, തേങ്ങ, ഉപ്പ്. ഈ പ്രാവശ്യം സംഭവം ശരിയായി തോന്നുന്നു. കാരണം ഇപ്പോൾ ഒരു 12 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ മേടിച്ചാ ചേച്ചാച്ചയുടെ ഇതിനകത്ത് ഇടാൻ പറ. അത് വീട്ടിൽ ചെന്നിട്ട് കൊടുത്താൽ പരിഹരിച്ചു. എന്തിനാണ് ജയ കരയിപ്പിച്ച? നീ എന്നാ ഇപ്പം നിന്റെ അങ്ങ് എടുക്കാൻ മേലായിരുന്നു, അത് കൊടുക്കായിരുന്നല്ലോ.
കുത്തുവഴി നല്ല റിങ് ഇടുവല്ല ഞാൻ പുള്ളിക്കൊണ്ട് ഊരിക്കോളാം. അയ്യേ ടവലൊക്കെ എടുത്തിട്ടല്ലേ നിങ്ങൾക്ക് പറ്റാത്തത് അവളുടെ സാധനം എടുത്ത് ഇടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ടവളുടെ സാധനം ആയിട്ടല്ലോ ഞാൻ ആര് പറഞ്ഞു അല്ലെന്ന് അവളുടെ സാധനം അവളുടെ തന്നെ. എന്തൊരു കഷ്ടം. ഞാൻ അവിടെ നിനക്ക് ഇവിടെ ഒന്നുമില്ല. അതെനിക്കറിയാം. എനിക്കൊന്നും ഇല്ലാത്തവളെ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ കാണാൻ പറ്റത്തില്ലേ? അറിയാം. ഞാൻ മാത്രമേ ഉള്ളൂ. കുത്തി മാത്രമേ ഉള്ളൂ. പിന്നെ ഇതുണ്ട് കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക്. വലിയൊരു ധനമല്ലേ? 1.5 സാധനം. പണം കണ്ടില്ലേ? അക്കരെ വരെ ചെറിയ ആവശ്യമുണ്ട്. എന്നാ ആ ആ പിന്നെ അവിടെ കിടന്ന് ചാടാൻ തുടങ്ങും. അത് കുത്തിയിടാൻ മതിയോ? അതിനൂത്തല്ലേ? അല്ല എന്റെ ഊരാണോ? എന്റെ പുതിയ അന്ന് ഞാൻ മേടിച്ചതായിരുന്നു. അത് ഉൾക്കൊള്ളതായിരുന്നു. ഞാൻ എന്റെ ഊരാൻ നോക്കിയിട്ട് ഇങ്ങനെ നമുക്ക് കുത്തുന്നത് മാത്രമല്ല ഊരുന്നത് നമ്മൾ കരയല്ലേ വേദനയുണ്ടോ? അയ്യോ ഉണ്ട്. റിങ് ഇട്ടതുകൊണ്ട് അതിന്റെ ചെറിയൊരു ഇതല്ലേ, അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനം ഇട്ടിട്ടില്ല. അങ്ങനെ റിങ് ആയതുകൊണ്ട് ദ്വാരം തിരിയുന്നുണ്ടോ അങ്ങോട്ടോ? കൈ അങ്ങോട്ട് കയറും. നോക്കട്ടെ, തിരിയുന്നുണ്ട് തോന്നുന്നു. തിരിയുന്നുണ്ട് പക്ഷെ കുറേ നേരം അത് ഞാൻ പറഞ്ഞു. വല്ല ആവശ്യമുള്ള ഗസറ്റാണോ? മറ്റേ കമ്പി വെച്ച് കുത്തിയെടുക്കാൻ നോക്കല്ലേ? അയ്യോ സമാധാനം എന്നിട്ടും കഴിഞ്ഞില്ലേ? പോയില്ലേ? ഓ
ഇന്നെങ്ങാനും വരുമോ? കറങ്ങുന്നുണ്ടോ ഇല്ലല്ലോ? ഉണ്ട് ഇവിടം വരെ വന്നത്. അത്യാവശ്യമുള്ള കേസായിരുന്നു കേട്ടോ അത്. അന്ന് ഇട്ടതല്ലേ. വലിച്ചു പറിക്കണേ പറ്റത്തില്ല. നിങ്ങൾ വശം തിരിക്കണേ. ഇവിടം വരെ നിൽക്കും അത്. ഇതുണ്ടോ നേരെ ആ ടവറിങ്ങനെ വെളിയിലുള്ള ഭാഗം തിരികെയല്ലേ? അതെ, ഇന്ന് രാവിലെ അങ്ങോട്ട് കുറെ പഠിച്ചെന്ന് മൂട്ട് വരാണ്ടിരിക്കുന്നത് തീർത്ത്. എന്നാൽ അത് വരാൻ പറ്റത്തില്ലെങ്കിൽ കൊണ്ടുവന്നാ പോരാ. കട്ട് ചെയ്തെടുക്കത്തില്ല. ഇത്രയും തിരിക്കേണ്ട കാര്യം വരുന്നില്ല. സാധനമാണ് ഇത്ര വേണം. മേല മേല എവിടേക്കാൻ പോകത്തില്ല. ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ പോകാൻ വലുതായി കേട്ടോ. അടുത്ത ഇതിനെ കുഴപ്പമില്ല. പേടി ഇന്നത്തിന് പേടിക്കാനാ? ഒരു വേദനയില്ല. അടയാളം ചെയ്തത് മതിയെന്ന്. അതെന്നറിയോ, ഒത്തിരി കേറുമ്പോ നമ്മളിപ്പോ റിംഗ് ഇടണമെങ്കിലേ ഒത്തിരി കയറിയിട്ടില്ല. അല്ലാതെ ഇനി ഇച്ചിരി ഇങ്ങോട്ട് വരണമെന്നാണോ പറയാൻ? അതായത് നമ്മളിപ്പോ ഈ റിംഗ് ഇടുന്നെങ്കിൽ അങ്ങോട്ട് കേറില്ല അവിടം വരെ. ഇതുപോലെ റിംഗ് ആണെങ്കിൽ അല്ല കേറുമെന്ന് ചോദിച്ചാൽ കേറുവാണെങ്കിൽ റിംഗ് ഒത്തിരി അങ്ങ് ഇറങ്ങിപ്പോയ വൃത്തിയിടല്ലേ? അല്ല ഇറങ്ങി പോണ്ട. അത് മതി. ഒത്തിരി ഇറക്കമാണോ നോക്കിക്കേ? ഇല്ല ഇല്ലല്ലേ? ഓക്കെ. അതിനില്ല, ഇത്രേ ഉള്ളൂ. ഇനി മുറിക്കാൻ കിട്ടാം പിന്നെ ചടങ്ങ്. ഒറ്റ മിനിറ്റ് ആ മതി മതി.
കരഞ്ഞതാണോ അതോ മൂക്ക് കുത്തും പോണത്? സങ്കടം കൊണ്ടാണോ? അല്ല, സന്തോഷം കൊണ്ടോ? കരഞ്ഞു പോയതാ. ഇനിയിപ്പോ അതെന്നാ ഉപ്പ് ഇന്ന് തൊടായിരുന്ന ഒന്നും പിടിക്കണ്ട അതിനകത്ത്. ഉപ്പും വെളിച്ചെണ്ണ കൂടെ ചൂടാക്കി തൊട്ടാ മതി. തൊട്ടാ മതി. ചൂട് എത്രയാടാ? ചെറിയൊരു ഇതുണ്ടായിരുന്നു. കുത്തിയപ്പോ ചെറിയൊരിതുണ്ട്. ഇപ്പൊ വേനയില്ല. പിന്നെ ഇതിനകത്തിനാ വേന എടുക്കുന്ന കുത്തവും വേന എടുക്കത്തുള്ളൂ. അത് ചെറിയ വേന ഉള്ളു. ഞാൻ പിന്നെ കാറിയേ അത് മൂക്ക് അല്ലെങ്കിൽ ചെറുതായിട്ട് കുത്തിയാലും കാര്യമില്ല. നമസ്കാരം. അത് ഞാൻ കൊണ്ട് വെച്ചായിരുന്നല്ല. ഒന്നുമില്ല, അപ്പുറം എടുക്കുന്ന ഒരു ക്യാമറ വന്നിട്ടുണ്ട്, മറ്റേ ഡ്രോണ്. എനിക്ക് ഡീറ്റെയിൽ ഇട്ട് തരാം. 12,000 രൂപയ്ക്ക് 5 ബാറ്ററി കൂടി. ഏന്തിയാ ഡീറ്റെയിൽ ഇട്ട് തരാം. തന്നെ ഉള്ളൂ. അല്ല, ഒരു 2 എണ്ണം ഉണ്ട്. ലോറി സത്യം പറ, ഇതിലെ കൂടെ അങ്ങോട്ടൊരു ഇതുണ്ടായത് ഇപ്പൊ നമുക്ക് അവിടെ എത്തില്ലായിരുന്നു അല്ലേ? ആ കാര്യം അതാണ്. ഇതിന് നമ്മൾ വളഞ്ഞു ചുറ്റി പിടിച്ചു ചാടി. എടേ ചേട്ടാ, എനിക്ക് ഇത് കൂടെ ചെരുപ്പ് മതിയെന്ന് ഞാൻ പല തവണ പറഞ്ഞു. ഇത് മതി, ഇത് മതി. ഇത് നായ്ക്കാണോ? നായ്ക്കാവണോന്നേ ഉള്ളൂ. ഫുൾ ബ്ലാക്ക് മേടിക്കും. ഞാൻ മേടിക്കും, നീ നോക്കാം. പക്ഷെ അവിടെ കൊണ്ടിടും. ഞാനും ആദ്യം അതാ കേട്ടെ. ഇത് കൂടി ജീപ്പെന്ന്. ചെരുപ്പ് ചാടയോ? വല്ലപ്പോഴും അത് വെള്ളം കാണിക്കാതാ. കോട്ടയം ഉറക്കോ? ഒരു മടിയില്ലാത്തൊരു മനുഷ്യൻ. അപ്പൊ എന്ത് ഒന്നില്ല ഇപ്പൊ തന്നെ പ്രിയ. നടക്കും ആണോ? അതെ. അപ്പൊ ഏതാ ചോദിക്കുന്നു? തീർന്നുണ്ട്. എടുത്തെടുത്ത് വരുന്നെടുത്തു. പോയോ? ഒന്നും
ഒളിച്ചു വെക്കാൻ വേണ്ടി നമ്മളെ കൊടുക്കുന്നുണ്ട് അവരെ ഉള്ളി ചെറുതായി അതിൻ്റെ ആവശ്യമില്ല എനിക്ക് നിസ്സാര കേസമുള്ളൂ. എന്നെ അവിടെ വിളിക്കും, ഞാൻ പോയി ഇരിക്കും. ആരാനുണ്ടല്ലോ മൂക്കുത്തിയോണ്ട് ഇന്ന് ഇനി ഒന്നും ചെയ്യാൻ വയ്യായിരിക്കും. നീ ഇപ്പം നേരത്തെ മൂക്ക് കുത്തിയിട്ടില്ലായിരുന്നോ? ഞാൻ കൊണ്ട് നേരത്തെ കുത്തിയതായിരിക്കുന്നു. നീ ഇവിടെ ഒന്നും അല്ല, നീ എന്നെ കില്ലാടാക്കിയല്ലായിരുന്നു. ഈ ചെരുപ്പിലൂടെ അത് തുടങ്ങുന്നുണ്ട്. എന്താ കുരുത്തക്കേട് കാണിച്ചത്? കുത്തകൾ കാണിച്ചു. എന്തോ കുത്തൊക്കെ കാണിച്ചത്. എന്നാ കാണിച്ചു? ഒന്നും കാണിച്ചില്ല. വഴക്ക് പറഞ്ഞു. എന്നാത്തിന്? എനിക്ക് മനസ്സിലായി എന്നാണ്. തരാവേ, ഞാനാ പറയാൻ പോകുന്നത്. ശ്യാമളമ്മ വഴക്ക് പറഞ്ഞാലല്ലപ്പ ശ്യാമളമ്മ ഇവിടെ ഇങ്ങനെ ഞെക്കിന്ന് അപ്പ ശ്യാമളമ്മ ഇങ്ങനെ ഞെക്കിന്ന് അടിച്ചത്. വേറെ സംഭവം എടുത്തിട്ടില്ല. ഇല്ലെന്നേ, ഇവിടേക്കാണ് പറയുന്നത്. ഞാനിപ്പം അത് വേറെ സംഭവം. ഞങ്ങളാരും ഇല്ലാത്തപ്പോ ഇവിടെ കൊച്ചിനെ ശ്യാമളമ്മ ഭയങ്കര ഉപദ്രവമാണോ? അവന് ഞാൻ അപ്പ ആദ്യം ചോദിക്കണ്ട, കാണിച്ചതല്ലേ? ഒന്നല്ല അത് പിന്നെ കിള്ളി നോക്കാൻ പോവാ. കണ്ടോ കേട്ടോടി ഇങ്ങനെ ഇനി നേരെ നോക്കി. നീ ഒരു കുഞ്ഞു കയറും കൂടെ മതി. അപ്പേ മുറിച്ചത് താങ്ക് അപ്പേ. ഇവിടെയാണോ? ഈ പ്രാവശ്യം ജയച്ചാച്ചനെ കൊണ്ടുപോകാനുള്ള ബീഫ് ഫ്രൈ. അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. താമസിക്കാൻ ഞാൻ സ്ഥലം നിശ്ചയിക്കായിരുന്നു. എന്തോന്ന് പറയാൻ, എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ രണ്ട് വട പറ്റുമാ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. നിന്റെ ഏത് ബിസിനസിനും ഞാനുണ്ടാവും കൂടെ. ശരിക്കും പറയാനോട് 4 മണിയാകുമ്പോ പോയാൽ ഒറ്റ മണിക്ക് യാത്ര. ശ്യാമളമ്മ, അമ്മയ്ക്ക് ഞാൻ ചായ ഇട്ട് തരാം. ശ്യാമളമ്മ, നീ അമ്മ ഇങ്ങനെ ഉള്ള പഞ്ചസാര എല്ലാം കുടിച്ച് ഷുഗർ കൂട്ടാതെ ശ്യാമളമ്മ. ഇത് അമ്മയുടെ ചൂടടി, ചൂടാറട്ടെ. ആറട്ടെ.
അത് ഇവിടെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കും. പോയി പോയടി ചേച്ചാച്ചി പോയി. അതൊന്നും തൊടല്ലേ. മഴ തുടങ്ങിയിട്ടുണ്ട്. വിട്ടുള്ള മഴയാണ്. ഒന്ന് പെയ്യും, നിൽക്കും, പിന്നെ പെയ്യും, അങ്ങനെ പെയ്തോണ്ടിരിക്കും. 2-3 തവണ പെയ്തിട്ടങ്ങ് നിന്നു. ഇനി ഫുൾ അവിടെ കൊടുത്തേക്കണേ. ഞാൻ അവിടെ എടുത്തോട്ടെ ഇനി എല്ലാ ദിവസവും. അവളെ എടുക്കട്ടെ. അവളെ ഞാൻ കാണിച്ചു. വീഡിയോ എടുക്കാൻ മത്സരമാണ്. നമ്മളൊന്നും എടുത്തില്ലെങ്കിൽ ഒരു തൽക്കാലം ഒരു ചെറിയൊരു സാധനം എടുക്കാൻ പോലും മടിയാണ് നാരായണിക്കിത്. മഴ കാറ്റ് എല്ലാം ഉണ്ട്, പക്ഷെ ഇങ്ങനെ വിട്ടുവിട്ടാ. പിന്നെ ഇല്ലേ ഒച്ചയുണ്ട് ഇവിടെ. അവിടെ അടുക്കളയില. ഇവിടെ അപ്പുറത്ത് വെളിയിൽ അലക്സ. നീ ഇതിലാണോ വന്നത്? അപ്പൊ പാലെല്ലാം എടുത്തോണ്ട് വന്നത് തുറന്നു പോയല്ലേ. കാച്ചാൻ ഒരുത്തിയെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എവിടം വരെ ആയെന്ന് അറിയില്ല. ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു. എന്റെ കൊച്ചിലെ പാല് കാച്ചാൻ തുടങ്ങി. അസിസ്റ്റന്റും വന്നു. എന്നാ വേണം അരിപ്പൊടി തന്നെ വേണ്ട വെച്ചിട്ടുണ്ട്. അത് തുറക്കാൻ പറ്റാത്തതുകൊണ്ട് നീ എടുത്ത് വെക്കണം. കുറേ പ്രാവശ്യം നോക്കിയിട്ട് ഈ ക്ലോക്ക് ശരിയായില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിൻ്റെ മെഷീനില്ല പുറകിലത്തെ അത് തിരിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഓടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കംപ്ലൈൻറ്റ് നോക്കിയിട്ടേ ഇങ്ങനെ മേശപ്പുറത്ത് വെക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് ഓടും. എടുത്ത് ഭിത്തിയെ വെക്കുമ്പോൾ ഓടത്തില്ല. അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും നാളെടുത്ത് പൂട്ടി വെച്ചത്. അവിടുത്തെ മെഷീൻ അഴിച്ചിട്ട് തിരിച്ചു വെച്ച്